സിറിയയിലെയും മൊറോക്കയിലെയും ഭീകരാക്രമണങ്ങളെ ഒമാൻ ശക്തമായി അപലപിച്ചു. അപൂർവ ഇനം അറേബ്യൻ മാനുകളെ വേട്ടയാടി സലാലയിൽ 4 സ്വദേശികൾക്ക് തടവ് ശിക്ഷ. കപ്പൽ രജിസ്ട്രേഷനും അനുബന്ധ സേവനങ്ങൾക്കും ഇനി ഡിജിറ്റൽ സംവിധാനം. ഒമാൻ മാരിടൈം ഗേറ്റ് 2ാം ഘട്ടം തുടങ്ങി. ഗരീഫ് ദോഫാർ പ്രചാരണവുമായി ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലുണ്ടായ ഇരട്ട ബോംബാക്രമണത്തെയും മൊറോക്കോക്ക് നേരെയുള്ള ഭീകരാക്രമണ പദ്ധതികളെയും ഒമാൻ സുൽത്താനേറ്റ് ശക്തമായി അപലപിച്ചു. സിറിയയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒമാൻ രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്താനുള്ള സിറിയയുടെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സ്വന്തം സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ മൊറോക്കോ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഒമാൻ പൂർണ്ണ പിന്തുണ അറിയിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന അറേബ്യൻ മാനിനെ വേട്ടയാടിയ കേസിൽ 4 സ്വദേശികൾക്ക് ഒമാനിലെ കോടതി 6 മാസം വീതം തടവ് ശിക്ഷ വിധിച്ചു. സംരക്ഷിത ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജീവിയെ കൊന്നതിനും വേട്ടയാടിയതിനും 4 പേരും കുറ്റക്കാരാണെന്ന് സലാല അപ്പീൽ കോടതി കണ്ടെത്തിയതായി എൻവയോൺമെന്റ് അതോറിറ്റി അറിയിച്ചു. തടവ് ശിക്ഷയ്ക്ക് പുറമെ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, വെടിമരുന്ന്, വാഹനം എന്നിവയുൾപ്പെടെ പിടിച്ചെടുത്ത എല്ലാ വസ്തുക്കളും കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടു. പ്രതികൾ കോടതി ചെലവുകളും വഹിക്കണം. പരിസ്ഥിതി ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നത് തുടരുമെന്നും വന്യജീവി സംരക്ഷണ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. കപ്പൽ രജിസ്ട്രേഷൻ, ലൈസൻസിംഗ്, സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയ്ക്കുള്ള ഡിജിറ്റൽ സേവനങ്ങൾ ഡിജിറ്റൽവൽക്കരിക്കുന്ന ഒമാൻ മാരിടൈം ഗേറ്റ് പ്ലാറ്റ്ഫോമിന്റെ 2ാം ഘട്ടത്തിന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം തുടക്കം കുറിച്ചു. കപ്പലുടമകൾക്കും ഓപ്പറേറ്റർമാർക്കും അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ സുതാര്യവും വേഗതയേറിയതുമായ സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. പുതിയ നവീകരണത്തോടെ ഒമാനി പതാകയ്ക്ക് കീഴിൽ സർവീസ് നടത്തുന്ന മാരിടൈം യൂണിറ്റുകൾക്കുള്ള താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും 20 വർഷത്തിലധികം പഴക്കമുള്ള കപ്പലുകൾക്കുള്ള സ്ഥിരമായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും ഇനി ഓൺലൈൻ വഴി സ്വന്തമാക്കാം. ഇതിനു പുറമെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ താൽക്കാലികമായി റദ്ദാക്കാനും പുതുക്കാനുമുള്ള സൗകര്യവും പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിട്ടുണ്ട്. ഒമാനിൽ പ്രവേശന വിലക്കുള്ള കപ്പലുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തിരയാനുള്ള പ്രത്യേക എൻക്വയറി സർവീസാണ് മറ്റൊരു സവിശേഷത. കപ്പലുകളുടെ ഘടനയിലുള്ള മാറ്റങ്ങൾ, എഞ്ചിൻ മാറ്റിവെക്കൽ, ഉടമസ്ഥാവകാശം കൈമാറൽ, പങ്കാളികളെ കൂട്ടിച്ചേർക്കൽ എന്നിവയുൾപ്പെടെയുള്ള തിരുത്തലുകൾ ഇനി പ്ലാറ്റ്ഫോമിലൂടെ നേരിട്ട് നടത്താം. കപ്പൽ തകർച്ച മൂലമുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ, എണ്ണ മലിനീകരണവുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ എന്നിവയ്ക്കുള്ള ഇൻഷുറൻസ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റുകളും 2ാം ഘട്ടത്തിൽ ഡിജിറ്റലായി ലഭ്യമാക്കിയിട്ടുണ്ട്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ, കപ്പലുകളിലെ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകൾ, അതിവേഗ യാത്രാ ബോട്ടുകൾക്കുള്ള ഓപ്പറേറ്റിംഗ് പെർമിറ്റുകൾ എന്നിവയും ഓൺലൈനായി അപേക്ഷിക്കാനും പുതുക്കാനും സാധിക്കുന്ന രീതിയിലാണ് പുതിയ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഗരീഫ് ദോഫാർ സീസണിനോടനുബന്ധിച്ച് സന്ദർശകരെ ആകർഷിക്കുന്നതിനായി ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം പ്രത്യേക പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. മ്യൂസിയം ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ദോഫാർ ഗവർണറേറ്റിലേക്ക് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളെ മ്യൂസിയത്തിലേക്ക് ആകർഷിക്കുന്നതിനുമായാണ് ഈ പ്രചാരണ പദ്ധതി. ഒമാൻ സുൽത്താനേറ്റിന്റെ വിവിധ കാലഘട്ടങ്ങളിലെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകം അടുത്തറിയാനുള്ള മികച്ച അവസരമാണ് മ്യൂസിയം സന്ദർശകർക്ക് ഒരുക്കുന്നത്. സുൽത്താനേറ്റിന്റെ സാംസ്കാരിക ടൂറിസം ഭൂപടത്തിൽ മ്യൂസിയത്തിന്റെ സാന്നിധ്യം ശക്തമാക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പയിൻ രൂപകൽപ്പനയെന്ന് ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം ഡയറക്ടർ ജനറൽ അൽ യഖ്താൻ അബ്ദുള്ള അൽ ഹാർത്തി പറഞ്ഞു. മ്യൂസിയത്തിലെ അപൂർവ ശേഖരങ്ങൾ, പുരാവസ്തുക്കൾ, ഇന്ററാക്റ്റീവ് ഹാളുകൾ എന്നിവയിലൂടെ ഒമാന്റെ നാഗരിക പൈതൃകം പ്രദർശിപ്പിക്കുന്നതിൽ മ്യൂസിയത്തിനുള്ള പങ്ക് ക്യാമ്പയിനിലൂടെ വിളംബരം ചെയ്യും. വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും വിപുലമായ മാർക്കറ്റിംഗ് പരിപാടികളാണ് ഇതിനായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.